ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലാറ്റ്യൂബ് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് SCRT ക്ലാസ്സാണ്. പുതിയ SCRT ടെക്സ്റ്റ് ബുക്കിലെ ക്ലാസ്സാണ്. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 8 നാടറിയാം എന്ന ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ കേരള ജോഗ്രഫിയായി ബന്ധപ്പെട്ടുള്ളൊരു ചാപ്റ്ററാണിത്. അപ്പോൾ നമുക്ക് ഇതാണ് പഠിക്കാനുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ നോക്കുമ്പോൾ ഫസ്റ്റ് പേജിലായിട്ട് കാണുന്നത് വള്ളത്തോൾ നാരായണമേനോൻ്റെ ഒരു കുഞ്ഞു കവിതാ ശകലാണ്. മാതൃവന്ദനം എന്ന കവിതയിലെ കുറച്ച് ഭാഗമാണ്. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ നോക്കിയിട്ടുള്ള ഒരു കവിതയാണിത്. പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവെച്ചെന്ന് തുടങ്ങുന്ന ഒരു കുഞ്ഞു കവിതാ ശകലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ PSC പഠിക്കുന്നവർക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഏത് ക്വസ്റ്റ്യനാണത്? മാതൃവന്ദനം എന്ന കവിത എഴുതിയത് ആരാണ്? മാതൃവന്ദനം എന്ന കവിത എഴുതിയത് ആരാണ്? വള്ളത്തോൾ നാരായണമേനോനാണ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഭാഗത്തിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ PSC എക്സാം എഴുതുന്നവർക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതാണ് ഇത് പറഞ്ഞത്. നമുക്ക് അടുത്ത് നോക്കാം. ഇവിടെ ഒരു പഞ്ചായത്തിൻ്റെ രൂപരേഖയാണ് നൽകിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഈ പഞ്ചായത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഭാരതപ്പുഴയുടെ നീർത്തടങ്ങളാണ്. ജലഗതാഗതത്തിനും മത്സ്യബന്ധനത്തിനും ഈ പുഴയെ പ്രയോജനപ്പെടുത്തുന്നു. പുഴയുടെ തീരത്തോട് ചേർന്ന് വളക്കൂറുള്ള മണ്ണ് കാർഷികാഭിവൃദ്ധിക്ക് കാരണമാകുന്നു. അപ്പോൾ ഓരോ പ്രദേശത്തെയും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ആ നാടിൻ്റെ ജനജീവിതത്തെ പല രീതികളിലും സ്വാധീനിക്കുന്നു. കേരളത്തിൻ്റെ ഭൂപ്രകൃതി, മണ്ണ്, ജലം, കാലാവസ്ഥ, വിളകൾ ഇതൊക്കെ മനുഷ്യജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇനി നമുക്ക് കേരളത്തിൻ്റെ ഭൂപ്രകൃതി നോക്കാം. കേരളത്തിലെ 3 ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? തീരപ്രദേശം, ഇടനാട്, മലനാട്. ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിൻ്റെയും സമുദ്രത്തിൽ നിന്നുള്ള ഉയരം, ലക്ഷദ്വീപ് കടലോട് ചേർന്നെടുക്കുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം, തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം, ഇങ്ങനെയൊക്കെ ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടനാട് ഏതൊക്കെയാണ്? ഈ പച്ച കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഇടനാട്. പച്ച കളറിൽ കാണിച്ചിരിക്കുന്നത് ഇടനാടാണ്. നീല കളറിലുള്ളത് ഏതാണ്? തീരപ്രദേശമാണ്. ലക്ഷദ്വീപൊക്കെയിലാണ് വരുന്ന തീരപ്രദേശത്തിൽ ഉൾപ്പെടുന്നതാണ്. മലനാട് എന്താണ് കളർ? ഈ ചുവന്ന കളറിൽ കാണിച്ചിരിക്കുന്നതാണ് മലനാട്. ഇനി നമ്മൾക്ക് ഓരോന്നിൻ്റെയും സവിശേഷതകൾ നോക്കാം. മലനാട്. കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഭൂപടത്തിൽ മലനാടിൻ്റെ സ്ഥാനം നമ്മൾ കണ്ടെത്തി. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് മലനാട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതവും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതാഭവുമായ പ്രദേശമാണ് മലനാട്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. അപ്പം എന്താണ് മലനാട്? സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതവും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതാഭവുമായ പ്രദേശമാണ് മലനാട്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഇടനാട് നോക്കാം. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട്. ഇതാണ് ഇടനാട്. ഇതാണ് ഇടനാട്. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട്.
സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിൻ്റെ ഉയരം. ചെറുകുന്നുകളും താഴ്വരകളും നദീതടവുമൊക്കെയാണ് ഇടനാടിൻ്റെ സവിശേഷതകൾ. തീരപ്രദേശം ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് തീരപ്രദേശം. കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ് ഉയരമുള്ളത്. അപ്പോൾ മലനാട് എന്താണ്? ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതുമാണ് മലനാട്. കുന്നുകളും മലകളും പർവ്വതവും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതാവുമായ പ്രദേശമാണ് മലനാട്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. ക്ലിയർ ആയല്ലോ? ഇനി ഇടനാട്. അപ്പോൾ ഇടനാടിൻ്റെ ഇതെങ്ങനെയാണ്? സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിൻ്റെ ഉയരം. ചെറു കുന്നുകളും താഴ്വരകളും നദീതടങ്ങളുമൊക്കെയാണ് ഇടനാടിൻ്റെ സവിശേഷതകൾ. തീരപ്രദേശം ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗം. കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശമാണ് തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ് ഉയരം. 7.5 മീറ്റർ, അതായത് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ് തീരപ്രദേശത്തിന് ഉയരം. ഇനി നമ്മൾക്ക് കേരളത്തിൻ്റെ കാലാവസ്ഥ നോക്കാം. കേരളത്തിൻ്റെ കാലാവസ്ഥ. ധാരാളം മഴ ലഭിക്കുന്ന നാടാണ് കേരളം. കേരളത്തിൽ പ്രധാനമായിട്ട് 2 കാലാവസ്ഥ കാലങ്ങളാണ്. ഇതാണ് തെക്കു പടിഞ്ഞാറ് മൺസൂൺ അല്ലെങ്കിൽ തെക്കു പടിഞ്ഞാറ് മൺസൂൺ. അതിന് പറയുന്ന മറ്റൊരു പേരാണ് കാലവർഷം. അതേപോലെ വടക്ക് കിഴക്കൻ മൺസൂൺ. ജൂൺ മുതൽ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്കു പടിഞ്ഞാറ് മൺസൂൺ കാറ്റുകൾ. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഗതിമാറുന്ന വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. അതായത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്കു പടിഞ്ഞാറ് മൺസൂൺ കാറ്റുകൾ. കടലിൽ നിന്നും വീശുന്നതിനാൽ ഇവ ഈർപ്പവാഹിനികളാണ്. കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നു. ഇതിൻ്റെ ഫലമായി കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരങ്ങൾ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഇതാണ് തെക്കു പടിഞ്ഞാറ് മൺസൂൺ. അപ്പോൾ തെക്കു പടിഞ്ഞാറ് മൺസൂണിൻ്റെ കാലയളവ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. കേരളത്തിൽ ഇത് കാലവർഷം എന്ന് അറിയപ്പെടുന്നു. ഇതാണ് തെക്കു പടിഞ്ഞാറ് മൺസൂൺ. ജൂൺ മുതൽ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളെയാണ് തെക്കു പടിഞ്ഞാറ് മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. കടലിൽ നിന്ന് വീശുന്നതിനാൽ ഇവ ഈർപ്പവാഹിനികളാണ്. കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുകയും ഇതിൻ്റെ ഫലമായിട്ട് കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഇതാണ് തെക്കു പടിഞ്ഞാറ് മൺസൂൺ. തെക്കു പടിഞ്ഞാറ് മൺസൂൺ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കാലവർഷം. ഇനി ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേർ വിപരീത ദിശയിൽ വടക്ക് കിഴക്കിൽ നിന്ന് വീശുന്നു. ഈ കാറ്റുകൾ വടക്ക് കിഴക്ക് മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നു. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേർ വിപരീത ദിശയിലേക്ക് വടക്ക് കിഴക്കിൽ നിന്ന് വീശുന്നു. ഈ കാറ്റുകളെ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്ന് പറയപ്പെടുന്നു. ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ ഈർപ്പപൂരിതമാവുകയും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിൽ മഴയ്ക്ക് കാരണമാകുന്നു. ഈ മഴക്കാലം കേരളത്തെ തുലാവർഷം എന്നാണ് അറിയപ്പെടുന്നത്. ഒക്ടോബർ നവംബർ കാലയളവിൽ പെയ്യുന്ന മഴയെ നമ്മളെന്താണ് പറയുന്നത്? തുലാവർഷം അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂൺ. കേരളത്തിലെ മണ്ണ്. അടുത്ത നമ്മൾ മണ്ണിനെ കുറിച്ചാണ് നോക്കുന്നത്.
നമ്മൾ റീൽസിലൊക്കെ ഫേമസ് ആയിട്ടുള്ളൊരു പാട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾക്കൊക്കെ അറിയാമല്ലേ. മണ്ണെടുത്ത് 2008 2050 അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഭൂമിയിൽ ജീവൻ്റെ നിലനിൽപ്പിന് കാരണമായ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് മണ്ണ്. പാറ പൊടിഞ്ഞ് മണ്ണായി മാറുന്ന പ്രക്രിയ ദീർഘകാലം കൊണ്ടാണ് നടക്കുന്നത്. ഭൂപ്രകൃതി, കാലാവസ്ഥ, പാറയുടെ ഘടന, കാലപ്പഴക്കം, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റ് സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം എന്നിവ മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഒരു ചെറിയൊരു ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പുസ്തകത്തിൽ മണ്ണ് ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് പ്രതിപാദിക്കുന്ന ഭാഗം വയ്ക്കുക. അപ്പം നമുക്കിവിടെ ഒരു പ്രതീക്ഷിക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ. അതിൽ മണ്ണ് ഉണ്ടാകുന്നതിന് എങ്ങനെയാണെന്ന് പ്രതിപാദിക്കുന്നുണ്ട്. നമുക്കടുത്ത് നോക്കാം. അപ്പോൾ എന്താണ്, ഒരു മണ്ണ് രൂപപ്പെടാൻ എന്തൊക്കെ ഘടകങ്ങളാണ് വേണ്ടത്? ഭൂപ്രകൃതി, കാലാവസ്ഥ, പാറയുടെ ഘടന, കാലപ്പഴക്കം, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റ് സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം എന്നിവ മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടിവരും. ഇനി ഓരോ മണ്ണിനെ കുറിച്ചും പഠിക്കാം. ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ് എന്നിവയാണ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ. കറുത്ത മണ്ണ്, പീറ്റ് മണ്ണ് എന്നിവയും ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. എന്തൊക്കെയാണ് കേരളത്തിൽ പ്രധാനമായിട്ട് കാണുന്ന മണ്ണിനങ്ങൾ? ഏതൊക്കെയാണ്? ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ് എന്നിവയാണ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ. കറുത്ത മണ്ണ്, പീറ്റ് മണ്ണ് എന്നിവയും ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. മണ്ണ് സംരക്ഷണത്തിന് എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കാവുന്നത്? കണ്ടൽ കാടുകൾ, കയർ ഭൂവസ്ത്രം, കല്ലുകയ്യാല, തട്ടുകൃഷി. കിഴക്ക് സഹ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ കയറ്റിറക്കങ്ങളോടുകൂടി ചരിവായി നിലകൊള്ളുന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിൻ്റേത്. സഹ്യപർവ്വത നിരകളിൽ നിന്നുത്ഭവിച്ച് കായലിലേക്കും കടലിലേക്ക് ഒഴുകുന്ന നദികൾ കേരളത്തെ ജലസമൃദ്ധമാക്കുന്നു. ഇവ കൂടാതെ നിരവധി തടാകങ്ങളും കുളങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. നമ്മൾ നേരത്തെ പോയിന്റ്സിൽ കണ്ടു അല്ലേ. ഇവയിൽ 3 നദികൾ കിഴക്കോട്ടും 43 നദികൾ പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നമ്മളെ കിഴക്കോട്ടൊഴുകുന്ന നദികളെ പറ്റിയിട്ട് ഏതൊക്കെയാണ്, കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യും. അപ്പം 41 നദികൾ പടിഞ്ഞാറോട്ടും 3 നദികൾ കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. 2 മഴക്കാലങ്ങളിലൂടെ നമ്മുടെ ജലാശയങ്ങൾ സമ്പന്നമാകും. മഴക്കാലം കഴിയുന്നതോടെ അവയിൽ പലതും വറ്റിപ്പോകുന്നു. ലോകത്തിൽ ആകെ ജലലഭ്യതയുടെ വളരെ ചെറിയൊരളവ് മാത്രമേ ശുദ്ധജലമായിട്ടുള്ളൂ. അമൂല്യമായ ശുദ്ധജലം സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. മഴക്കുഴി, മഴവെള്ള സംഭരണി, തടയണ, പുതയിടൽ തുടങ്ങിയ മാർഗങ്ങൾ ഉപയോഗിച്ച് ജലസംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയും. ഇനി നമ്മൾക്ക് വിവിധ ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും സർക്കാരുടെ വിവിധ പദ്ധതികളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് നമ്മുടെ മലിനമായി കൊണ്ടിരിക്കുന്ന ജലാശയങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് ഓരോ പദ്ധതികളെ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ആ പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. ആദ്യത്തേത് ഇനി ഞാൻ ഒഴുകട്ടെ. ഇത് നടപ്പിലാക്കുന്നത് ഹരിത കേരള മിഷനാണ്. അടുത്തത് മാലിന്യമുക്തം നവകേരളം. ഈ പദ്ധതി നടപ്പിലാക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. തെളിനീരൊഴുകും നവകേരളം. ഇത് നടപ്പിലാക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. ജൽ ജീവൻ മിഷൻ ഇത് നടപ്പിലാക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ ഏതൊക്കെയാണ് പദ്ധതി? ഇനി ഞാൻ ഒഴുകട്ടെ. ഹരിത കേരള മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ. മാലിന്യമുക്തം നവകേരളം പദ്ധതി നടപ്പിലാക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ്.
തെളിനീരൊഴുകും നവകേരളം പദ്ധതി നടപ്പിലാക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ്. ജൽജീവൻ മിഷൻ പദ്ധതി നടപ്പിലാക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇനി നമുക്ക് കേരളത്തിൻ്റെ വിളവൈവിധ്യം നോക്കാം. ഓരോ പ്രദേശത്തെയും കൃഷി അവിടുത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മണ്ണ്, ജലസേചന സൗകര്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവയും കൃഷിയെ സ്വാധീനിക്കുന്നു. ഇടുക്കി ജില്ലയിലെ മൂന്നാർ, പീരുമേട്, വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ തേയില വ്യാപകമായി കൃഷി ചെയ്യുന്നു. പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലും നെൽകൃഷി വ്യാപകമാണ്. അടുത്തത് വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ വ്യത്യസ്തമായ വിളകൾക്ക് അനുയോജ്യമായ സാഹചര്യം ഒരുക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ, ചരിവാർന്ന ഭൂപ്രകൃതി എന്നിവ മലനാട് മേഖലയിൽ തേയില, ഏലം, കാപ്പി, കുരുമുളക് മുതലായ വിളകൾക്ക് അനുകൂല സാഹചര്യം ഒരുക്കുന്നു. അപ്പം മലനാട് മേഖലയിലെ പ്രധാന കൃഷി ഏതൊക്കെയാണ്? തേയില, ഏലം, കാപ്പി, കുരുമുളക് ഇതൊക്കെയാണ്. ഇടനാട്ടിലെ പ്രധാന കൃഷികൾ ഏതൊക്കെയാണ്? ഭൂപ്രകൃതിയും മണ്ണിൻ്റെ സവിശേഷതകളും ഇടനാട്ടിലെ വിളവൈവിധ്യമാണ്. മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങളോടൊപ്പം ഇടനാട്ടിൽ വാഴകൃഷിയും റബ്ബർ കൃഷിയും വ്യാപകമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ്. അപ്പോൾ മലനാടിലെ പ്രധാന കൃഷികളാണ് തേയിലയും ഏലം, കാപ്പി, കുരുമുളക്. അതുപോലെ ഇടനാട്ടിലെ മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളും വാഴകൃഷിയും റബ്ബർ കൃഷിയും ഒക്കെ ഇടനാട്ടിൽ കൂടുതലായിട്ട് കൃഷി ചെയ്തു വരുന്നു. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ്. തീരപ്രദേശത്തെ എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യം നെൽകൃഷിക്ക് അനുയോജ്യമാണ്. തെങ്ങ് സമൃദ്ധമായി വളരുന്നതിനും ഇവിടെ തുപ്പ് രസമുള്ള മണ്ണ് സഹായകമാണ്. കായലുകൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലുള്ള മണ്ണ്, നിലനിൽക്കുന്ന കാലാവസ്ഥ, ലഭിക്കുന്ന മഴ എന്നിവയ്ക്ക് അനുസൃതമായിട്ടാണ് അവിടുത്തെ കൃഷി രൂപപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെ പല ആഘോഷങ്ങളും കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായിട്ട് ഏറെ ബന്ധമുള്ളതാണ്. ഓണം ഒരു വിളവെടുപ്പ് ഉത്സവമാണ്. അതുപോലെ വിഷുവിനും വിളവെടുപ്പുമായിട്ടാണ് ബന്ധം. മഴക്കാലത്തിന് ശേഷം കേരളത്തിലെ ജലാശയങ്ങളിൽ നടക്കുന്ന വള്ളംകളി മത്സരങ്ങൾ, വയലുകളിൽ നടക്കുന്ന കാളപ്പൂട്ട് മത്സരങ്ങൾ എന്നിവ കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിന് കാർഷിക രംഗത്തെ പുരോഗതിയോടൊപ്പം പ്രധാനമാണ് മറ്റ് തൊഴിൽ മേഖലകളിലെ പുരോഗതിയും. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പുരോഗതി നിർണ്ണയിക്കുന്നതിൽ അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾക്കും മനുഷ്യ വിഭവശേഷിക്കും പങ്കുണ്ട്. ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുകൂലമായിട്ടാണ് അവിടുത്തെ തൊഴിൽ സംസ്കാരം രൂപപ്പെട്ടിട്ടുള്ളത്. കായലോരങ്ങളിലെ തൊണ്ടുതലലും കയറ് പിരിക്കലും കുട്ടനാട്ടിൽ നെൽകൃഷിയും താറാവ് വളർത്തലും ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇനി തൊഴിലും ഭൂപ്രകൃതിയും നോക്കാം. കേരളവും പ്രകൃതി ദുരന്തങ്ങളും. കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയും അനുകൂലമായ കാലാവസ്ഥയും ജനജീവിതം സുഗമമാക്കും. അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾക്കും ഉണ്ടാകാറുണ്ട്. കവളപ്പാറ ഉരുൾപൊട്ടൽ 2019, പെട്ടിമുടി ഉരുൾപൊട്ടൽ 2020, 2018 കേരളത്തിലുണ്ടായ വലിയ പ്രളയം, 2019 കവളപ്പാറയിലും 2020 പെട്ടിമുടിയിലുമുണ്ടായ ഉരുൾപൊട്ടലുകൾ എന്നിവ അതത് പ്രദേശങ്ങളിലെ ജനജീവിതം ദുസ്സഹമാക്കിയിരുന്നു. 2024 ജൂലൈ 30 ചൂരൽമലയിലും മുണ്ടക്കയിലും എന്തുണ്ടായി? പ്രകൃതി ദുരന്തം ഉണ്ടായിട്ടുണ്ട്. അതും കൂടി നമ്മൾ ഓർമ്മിക്കണം. നമുക്കിപ്പോൾ അടുത്ത ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞുകൊണ്ട് ഇത് ഓർമ്മയുണ്ടാവും. ഞാൻ ഇതിനെ കൂടെ ഉൾപ്പെടുത്തിയതേ ഉള്ളൂ. ഇനി നമ്മൾക്ക് ദുരന്ത നിവാരണത്തിനും ലഘൂകരണത്തിനുമായി എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്താം എന്ന് നോക്കാം.
നമ്മളിപ്പം പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധത്തിനൊക്കെ മുന്നോടിയായിട്ട് മോക്ക് ഡ്രില്ലൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനം. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചില ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയുക. ദുരന്ത സമയത്ത് രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സംവിധാനം ഒരുക്കുക. ദുരന്തനാനന്തര പ്രവർത്തനം. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുക. ദുരന്ത സാധ്യത മേഖലകളിൽ മുന്നറിയിപ്പുകൾ നൽകി ബോധവൽക്കരണത്തിനും ജനങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിച്ച് ഭക്ഷണം, വസ്ത്രം, താമസ സൗകര്യം എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണം നടത്തുക. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്ത സാഹചര്യങ്ങളെ പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. ഇതൊക്കെയാണ് മുന്നൊരുക്കങ്ങൾ. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും നോക്കാം. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മൾ ഇത്രയും ഭാഗമാണ് ഈ ചാപ്റ്ററിൽ നോക്കിയത്. നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? ഒരു നദിയെക്കുറിച്ചും ആ നദി മനുഷ്യ ജീവിതത്തിൽ എത്രയ്ക്ക് സ്വാധീനം ചെലുത്തുന്നൊക്കെ നമ്മൾ നോക്കി. കേരളത്തിൻ്റെ ഭൂപ്രകൃതി നോക്കി. കേരളത്തിൻ്റെ കാലാവസ്ഥയെക്കുറിച്ച് നോക്കി. മണ്ണിനെക്കുറിച്ച് നോക്കി. നമ്മുടെ ജലാശയങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതികളും ആരാണ് പദ്ധതിക്ക് ഇതൊക്കെ കൊടുക്കുന്നതെന്ന് നോക്കി. അപ്പം ഓരോ പദ്ധതികളും അത് നടപ്പിലാക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കി. വിളകളെക്കുറിച്ച് നോക്കി. ഓരോ പ്രദേശത്തും ഓരോ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളുണ്ട് അല്ലേ? അപ്പം മലനാട്, ഇടനാട്, തീരപ്രദേശത്തൊക്കെ ഏതൊക്കെ വിളകളാണ് കൃഷി ചെയ്യുന്നതെന്ന് നോക്കി. പ്രകൃതി ദുരന്തങ്ങളെ നോക്കി. അപ്പോൾ ഓരോ പ്രകൃതി ദുരന്തം വരുമ്പോഴും അതിന് ദുരിതാശ്വാസ പ്രവർത്തകരും കേരളം ഒന്നിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായിട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളെക്കുറിച്ച് നോക്കി. അപ്പം ഇത്രയൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ട പോയിൻറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.